ഇന്ന് ഞാൻ ഒരു ഒരുക്കം എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും പെട്ടെന്ന് ഇന്ന് പ്രഭാതത്തിൽ ഉണ്ടായ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായതാണ്. അതാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് അതിരാവിലെ വടക്കാഞ്ചേരിയിലെ ഫൊറാന ദേവാലയത്തിലെ വിശുദ്ധ ബലി 6:30 വിശുദ്ധ ബലി അർപ്പിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഞങ്ങളുടെ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരും താമസിക്കുന്ന ഒരു ഏരിയയാണ്. പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തായ ഒരു മുസ്ലിം സഹോദരൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവളുടെ ഫ്രണ്ടിലെ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെടികൾ നനച്ചിടുമ്പോൾ ജോയ്സൺ, ഒരു മിനിറ്റ് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ സഹോദരൻ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു. ഒപ്പം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ബാബു എന്ന സഹോദരൻ കടന്നു വന്നു. ഒപ്പം തന്നെ വേറൊരു അയൽവാസിയായ വാടകക്കാരനാണ്, ഒരു മജീദ് എൻ്റെ തൊട്ടടുത്ത് വന്നു. അപ്പോൾ ആ സഹോദരൻ പ്രത്യേകിച്ച് എൻ്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ പ്രവാചകനായ പ്രത്യേകിച്ച് നബി ദിനത്തിൻ്റെ ഒരു ദിവസം ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് യുവാക്കന്മാര് ദീദി ദീദി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക പാട്ടൊക്കെ പാടി നബിദിന റാലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിലെ പ്രത്യേകിച്ച് ഡിക്കൊക്കെ തുറന്നു വെച്ച് സ്പീക്കറൊക്കെ വെച്ച് തുള്ളി ചാടുകയാണ്. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് വളരെ ദേഷ്യം വന്നു. ഞാൻ ആ ഏരിയയിൽ ഉസ്താദിനെ വിളിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങൾ ഇന്നേ കാണിക്കുന്ന ഒരു പ്രവാചകനെ അവഹേളിക്കുകയല്ലേ, അല്ലെങ്കിൽ ഒരു നബിദിനത്തെ അവഹേളിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഈ ഒരു കാര്യം പറയാനാണോ ഈ സുഹൃത്ത് ഞങ്ങൾ ഇത്രയും വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത്? അതിനുശേഷം സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, ജോയ്സൺ വിഷമം ചെയ്തിരിക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ മകൾ, അവൾ വക്കീലാണ്, അവിടെ മുസ്ലിം സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ കുടുംബത്തിലെ വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങടെ പ്രവാചകൻ സെബസ്ത്യാനോസ്, അവന് വ്യക്തമായിട്ട് അറിയുന്നില്ല, സെബസ്ത്യാനോസിന്റെ രൂപം വെച്ചുകൊണ്ട് അവിടെ അതിലൊരു അമ്പും വെച്ചുകൊണ്ട് സിനിമാ പാട്ട് പാടി ബോക്സിൽ, ഇപ്പം ബാൻഡ് സെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞു, വലിയ ബോക്സൊക്കെ വെച്ച് സിനിമാ പാട്ട് വെച്ചുകൊണ്ട് തുള്ളി ചാടി പോകുന്നൊരു സീനാണ് കണ്ടത്. ആ നിക്കാഹിന് വന്ന ആ വ്യക്തികൾ ആ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യത്തിൽ ഞങ്ങൾ ആ നിക്കാഹിന് അല്ലെങ്കിൽ ആ കല്യാണത്തിന് ഞങ്ങൾ വലിയൊരു ചർച്ചയായി മാറി. ഒരു പ്രത്യേകിച്ച് സെബസ്ത്യാനോസ് എന്നൊരു പ്രവാചകൻ, ആ പ്രവാചകൻ അമ്പ് കുത്തി നിൽക്കുന്നു, അമ്പനാലാണ് മരിച്ചെന്ന് വിചാരിക്കുന്നു. എനിക്ക് അതിന്റെ ചരിത്രമൊന്നും അറിയില്ല. കുറെ നാളുകളായി ഈ അമ്പ് പെരുന്നാൾ കാണുന്നു. ഈ അമ്പ് പെരുന്നാളിലെ പ്രത്യേകമായി ഞാൻ ശ്രദ്ധിച്ചത്, ഈ അമ്പ് കുത്തി പോകുന്ന സെബസ്ത്യാനോസ് പ്രവാചകൻ പറഞ്ഞു, ഈ പ്രവാചകന്റെ മുന്നിൽ ഇങ്ങനെ നൃത്തമാടുന്ന പറഞ്ഞില്ല, കണ്ട ഒരു അർത്ഥം മനസ്സിലാവാത്ത പലവിധ മ്ലേച്ഛമായ സിനിമ പാട്ടും പാടിക്കൊണ്ട് തുള്ളിച്ചാടി പോകുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വേദന തോന്നി. ഞങ്ങൾ ചർച്ച ചെയ്ത്, എന്താ ക്രിസ്ത്യാനികൾക്കൊക്കെ തല കെട്ടുപോയോ അല്ലെങ്കിൽ വിവരം കെട്ടുപോയോ എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ സുഹൃത്ത് നിലയ്ക്കാണ് ഞാൻ താങ്കളടുത്ത് ഞാൻ പറഞ്ഞത്, വേദനിച്ചുകൊണ്ടാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇത് ഞാൻ 2 ദിവസമായി കണ്ടിട്ട് എനിക്ക് ശരിക്കും ഉറക്കം വരാത്തൊരു അവസ്ഥയായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്, ഏതെങ്കിലും തരത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരൻ പോയി. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള മജീദ് പറയുകയാണ്, ഇത് കേരളത്തിലെ പല സ്ഥലത്തും ഇത് തന്നെയാണ് അംഗങ്ങൾ. ഈ പള്ളി പെരുന്നാൾ ചണ്ടി കൊട്ടും പാട്ടും ഒക്കെയായി ഈ രൂപങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അത്രമാത്രം അവഹേളിക്കുക എന്ന് പറഞ്ഞ്, സത്യം പറഞ്ഞ എൻ്റെ ഒപ്പമുള്ള ക്രൈസ്തവനായ അല്ലെങ്കിൽ എൻ്റെ ഇടവക്കാരനായ ബാബുവിനോട് ഞാൻ സംസാരിച്ചു, ബാബുവോ ഞാൻ അവിടെ നിന്ന് മാറി പോയതിനു ശേഷം ഇത് ഇന്ന് കൂമ്പില് ഇടികിട്ടിയ പോലെയെന്ന് പറഞ്ഞു. സത്യമല്ലേ? നമ്മുടെ ചങ്കില് അല്ലെങ്കിൽ ഹാർട്ടില് അല്ലെങ്കിൽ കൂമ്പില് ഇടികിട്ടിയ പോലെയല്ലേ അതൊക്കെ? ഈ അക്രൈസ്തവരുടെ മുന്നില്, മുസ്ലിം ഹിന്ദുവിന്റെ മുന്നില് എന്ത് സാക്ഷ്യമാണ് നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, എന്ത് സാക്ഷ്യം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ പള്ളിപ്പെരുന്നാളിന്റെ പേരില് പ്രത്യേകിച്ച് സെബസ്ത്യാനോസ് AD പ്രത്യേകിച്ച് 288 ജാനുവരി 20-ാം തീയതിയാണ് ആ ഡയാക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലെ യേശുവിന് വേണ്ടി മരണപ്പെട്ടത്. ഒന്ന് ആലോചിക്കുക. ചരിത്രം പറഞ്ഞിങ്ങനെയാണ്, ജനിച്ചത് നർബോണയിലാണെങ്കിലും അദ്ദേഹം വളർന്നത് മിലാൻ നഗരത്തിലായിരുന്നു. മിലാൻ നഗരത്തിൽ നിന്നും അവസാനം സൈന്യ സേവനത്തിന് വേണ്ടി അവിടെ നേരെ റോമിലേക്ക് വരികയാണ് പറയുന്നത്. ഈ റോമിൽ സൈന്യ സേവനത്തിൽ എടുക്കുമ്പോൾ അവിടെ അന്ന് ഭരിച്ചിരുന്ന മുൻ രാജാവുണ്ട്,
ആ രാജാവ് പറഞ്ഞു പ്രകാരം, കാരിസ്മസ് രാജാവ് പറയുകയാണ്, ദേവന്മാരെ, റോമൻ ദേവന്മാരെ ആരാധിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ആരാധിക്കാത്തവരൊക്കെ പിടിച്ച് കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവ്. ആ സമയത്താണ് ഡയക്ലഷ്യൻ രാജാവ് കടന്നു വന്ന് ഈ രാജാവിനെ കൊലപ്പെടുത്തുകയും അങ്ങനെ ഡയക്ലസ് ചക്രവർത്തി റോം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സെബാസ്റ്റ്യാനോസിന്റെ കഴിവുകൾ കൊണ്ട് റോമിന്റെ ഒരു സർവ്വ അധികാരിയേക്ക് ഉയർത്തി. പക്ഷേ ഈ ഡയക്ലഷ്യൻ ചക്രവർത്തിയും എന്തായിരുന്നു? ക്രിസ്തുവിന് എതിരാളിയായിരുന്നു. കാരണം ക്രിസ്ത്യാനികൾ കാരണമാണ് അവിടെ നടക്കുന്ന പകർച്ചവ്യാധികളും രോഗങ്ങളൊക്കെ കടന്നു വരുന്നു വിചാരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വിരോധിയായ വ്യക്തി റോമൻ ദേവതകളെ ആരാധിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ലാസ്റ്റ് അറിയപ്പെടുന്നത് തൻ്റെ പ്രധാനപ്പെട്ടായ അല്ലെങ്കിൽ എൻ്റെ ചങ്കായ സെബാസ്റ്റ്യാനോസ് ഇതിനെതിരാണെന്ന് പറഞ്ഞ് അങ്ങനെ സെബാസ്റ്റ്യാനോസിനെ റോമൻ ദേവതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറെ നോക്കി. അവസാനം ഗതി കെട്ടിയിട്ട് സെബാസ്റ്റ്യാനോസ് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സൃഷ്ടാവായ ദൈവം അത് യേശുവാണ്, യേശുവിനെ ഞാൻ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഇത് കേൾക്കാതെ വന്നപ്പോൾ അമ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ് പറയുന്നത്. അമ്പ് ചെയ്ത് കൊല്ലാൻ തീരുമാനിച്ച് റോമനിലെ ഭടന്മാരെ ഈ പ്രത്യേകിച്ച് സെബാസ്റ്റ്യാനോസ് അമ്പ് ചെയ്ത് കൊന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടുന്ന് പോവുകയും അവസാനം ഐറിൻ എന്നൊരു സ്ത്രീ കടന്നു വന്ന് ഈ സെബാസ്റ്റ്യാനോസിനെ അവിടുന്ന് എടുത്തുകൊണ്ടുപോയി അങ്ങനെ വീണ്ടും സൗഖ്യം കൊടുത്ത് വീണ്ടും സെബാസ്റ്റ്യാനോസ് ഈ ഡയക്ലഷ്യന്റെ മുന്നിലേക്ക് കടന്നു വരികയാണെന്ന് പറയുന്നത്. അതിനുശേഷം ഡയക്ലഷ്യന് പേടി തോന്നിയെന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ ചത്തു എന്ന് പറഞ്ഞ ആളാണ് വീണ്ടും എഴുതുന്നത്, വീണ്ടും ഇതാ എന്റെ മുന്നിലേക്ക് കടന്നു വന്നു. വീണ്ടും ശക്തമായി ഭാഷയിലെ ഇപ്പൊ ഡയക്ലഷ്യനെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കേണ്ടതാണ്, ദേവതകളല്ല നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവസാനം സെബാസ്റ്റ്യാനോസിനെ കൊല്ലാൻ വേണ്ടി ഗദ കൊണ്ട് അടിച്ച് കൊല്ലാൻ പറയാണ്. അവനെ ഗദ കൊണ്ട് അടിച്ച് കൊന്നു എന്ന് പറയുന്നത്. ഏകദേശം AD 288 ജാനുവരി 20. അപ്പൊ ഈ ജാനുവരി 20 എന്ന് പറയുന്നത് ലോകം മുഴുവൻ സെബാസ്റ്റ്യാനോസിന്റെ രക്തസാക്ഷിത്വ ദിവസം ആചരിക്കുകയാണ്. ഈ രക്തസാക്ഷി ദിനം ആചരിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിലെ പ്രത്യേകിച്ച് അതിനൊരു ചരിത്രം കിടപ്പുന്നുണ്ട്. പകർച്ചവ്യാധി വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഈ സെബാസ്റ്റ്യാനോസിന് മാതസ് നൽകിക്കൊണ്ട് ആ രാജ്യത്ത് നിന്നും സെബാസ്റ്റ്യാനോസ് രൂപം കൊണ്ട് ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കപ്പല് അർത്തങ്കലിന്റെ അടുത്ത് വന്ന് നിൽക്കുകയും അവിടെ നിന്ന് ആ രൂപം അർത്തങ്കൽ പള്ളിയിൽ കൊടുന്നു വെക്കുകയും പ്രതിഷ്ഠിക്കുകയും ഇതൊന്നും ഇന്നും ആ രൂപം അർത്തങ്കൽ പള്ളി ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ പകർച്ചവ്യാധികൾ വരുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ലോകവും ഇപ്പോഴും ആ മധ്യസ്ഥന്റെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഒരുപാട് പകർച്ചവ്യാധികൾ മാറ്റി തന്ന വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി മാറ്റി തന്ന ആ വിശുദ്ധനെയാണ് ഇന്ന് നമ്മൾ അർത്തിങ്കൽ പള്ളി മുതൽ കുറവലങ്ങാടും അങ്ങനെ കേരളത്തിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലൊക്കെ ഈ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കണം, നല്ല രീതിയിൽ ആഘോഷിക്കണം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മദ്യം കഴിച്ചു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ സെബാസ്റ്റ്യാനോസിന്റെ അമ്പ് ഓരോ വീട് കൊണ്ട് വരുമ്പോഴും ആ വീട് കൊണ്ടുവരുന്ന വഴി മുഴുവൻ കുടിച്ച് ലക്ക് കെട്ട് സിനിമ ഗാനം പാട്ടിക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ മാച്ചമായ ഡാൻസും കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോലും പ്രവേശിക്കാത്ത വാദ്യഘോഷങ്ങളും കൊട്ടിക്കൊണ്ട് ഈ സെബാസ്റ്റ്യാനോസിനെ വീണ്ടും വീണ്ടും ഡയക്ലഷ്യൻ രാജാവ് കുത്തിക്കൊന്നതുപോലെ ഇങ്ങനെ അടിച്ചു കൊന്നതുപോലെ അമ്പ ചെയ്ത് കൊന്നതുപോലെ ഇന്നും ഈ നമ്മൾ ഇഞ്ചിഞ്ചായി കൊല്ലുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പം വികാരങ്ങളൊന്നും പറയുന്നില്ല. ഇത് ഞാൻ കരിസ്മാറ്റിക് മേഖലയ്ക്ക് വന്നപ്പം ഇതെനിക്ക് ഒരുപാട് വേദന. ആ കാലഘട്ടത്തിൽ ഞാൻ സെബാസ്റ്റ്യാനോസിനെ അമ്പ് കയറ്റും. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയിൽ കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഇടവകയിൽ ഞാൻ കയറ്റുമായിരുന്നുള്ളൂ. ഇപ്പൊ ഇതാ കൊറോണ കാലം വന്നപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. ഇത് അമ്പ് പെരുന്നാളിനാണ്, ഇനി വലിയ ആഘോഷമൊന്നും ഉണ്ടാവല്ലോ എന്ന്. അപ്പോഴും സെബാസ്റ്റ്യാനോസിന്റെ രൂപം വെച്ചുകൊണ്ട് വലിയ സ്പീക്കറും വെച്ചുകൊണ്ട് ഈ ബാൻഡ് സെറ്റിൽ ഇങ്ങനെയുള്ള പാട്ടും പാടിക്കൊണ്ടാണ് ഈ സെബാസ്റ്റ്യാനോസിനെ കൊണ്ടു നടക്കുന്നത്. ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരോട് ദേഷ്യപ്പെട്ട് പറയുകയല്ല. ഒരു മുസ്ലിം സഹോദരന്റെ വേദന പറയുകയാണ്. ഇങ്ങടെ പ്രവാചകനെ ഇങ്ങനെ അവഹേളിക്കണോ? അതെ, ഇങ്ങടെ പ്രവാചകൻ ഇങ്ങനെ അവഹേളിക്കണോ? എത്ര അന്യ മതസ്ഥർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രവാചകരുടെ ക്രിസ്തുവിനെ കാണുന്നത്, ക്രിസ്ത്യാനിയെ കാണുന്നത്. എന്റെ ദൈവമക്കളെ,
ഇത്രമാത്രം പ്രകൃതിക്ഷോഭങ്ങളും അല്ലെങ്കിൽ COVID-19 അല്ലെങ്കിൽ പലവിധ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ദൈവം തന്നിട്ടും ഇനിയും ഈ ആഘോഷങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ട് ഇനിയും നമ്മളെ ദൈവത്തെ അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധകളെ ഇനി നിങ്ങൾ അവഹേളിക്കരുത്. ഇതിനൊക്കെ നമ്മൾ ശാപം ബന്ധനെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതൊക്കെ ഒത്തിരി വ്യക്തികൾക്ക് മുറിവായി മാറുന്നുണ്ട്. ഞമ്മൾ അക്രൈസ്തവർക്ക് ഇത് മുറിവായി മാറുന്നുണ്ട്. എന്റെ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, സാക്ഷ്യ ജീവിത ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവമൊന്നുമല്ല. ക്രിസ്തു മരിച്ചതിന് ശേഷം ഈ ആദ്യത്തെ രക്തസാക്ഷിയായ നമ്മുടെ സ്തെഫാനോസ് ആ രക്തസാക്ഷ്യം വെച്ച് അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ നമ്മുടെ സഭയിൽ വീണ ആ ചോര ഭൂമിയിൽ വീണതുകൊണ്ട് നമ്മളൊക്കെ ക്രിസ്ത്യാനിയായി നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ലൈവായിട്ട് നമ്മൾ സിറിയയിലും ഇറാഖിലും അല്ലെ പാകിസ്ഥാനും പല സ്ഥലങ്ങളിലും എന്തിനു പറയും നമ്മൾ ഈ ഇന്ത്യയിൽ പോലും രക്തസാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രക്തസാക്ഷ്യത്തിന്റെ വില അറിയാതെ ഇന്നും എന്താ പറയാ, ഇച്ചിരി മദ്യം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്യം കഴിക്കാതെയൊക്കെ തുള്ളി ചാടി പൂമ്പുകൾക്ക് ഉണ്ടാവുന്ന വേദനയുണ്ടല്ലോ, സ്വർഗം കരയുക ചെയ്യുന്നത്. എന്റെ ദൈവമക്കളെ, ഇനിയുള്ളൊരു ബോധം ഞാനത് പറയില്ല എന്ന് വിചാരിച്ച, പക്ഷെ ഇന്ന് എന്നെ തടഞ്ഞു നിർത്തി പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്റെ വേദന പങ്കുവെച്ചതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസേ, പ്രത്യേകിച്ച് AD 288 ജനുവരി 20 അങ്ങ് ആ രക്തസാക്ഷിത്വം വഹിച്ച ആ ദിനം ഞങ്ങൾ ആചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനുവരി മാസം മുഴുവൻ ഞങ്ങൾ ഈ കൊച്ചു കേരളത്തിലെ വ്യത്യസ്തമായി തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലേക്ക് ഒരു വ്യക്തിയെങ്കിലും ഈ ഇതിന്റെ അന്തസ്സത്ത തിരിച്ചറിയുവാൻ കർത്താവെ അവിടുത്തെ കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ ഓരോ മക്കളിലും പ്രവർത്തിക്കണമേ. ആമേൻ.